ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് അതെന്തൊക്കെയാണോ നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ടിപ്പ് നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഗോതമ്പ് പൊടി അതുപോലെ അരിപ്പൊടി റവയൊക്കെ വാങ്ങിച്ചിട്ട് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഉറുമ്പ് അല്ലെങ്കിൽ ചെള്ള് വണ്ട് ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് പൊതിഞ്ഞിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഈച്ചയോ ഉറുമ്പോ അതുപോലെ മറ്റുള്ള കീടങ്ങളും വണ്ടും ചെള്ളും ഒന്നും കയറാതെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, ഏത് പൗഡറായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുള്ള അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടുതലും നമ്മുടെ കിച്ചണിലൊക്കെ ആയിരിക്കുമല്ലോ ഉറുമ്പിൻ്റെ ശല്യം. നമ്മൾ കൂടുതലും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഉറുമ്പിൻ്റെ ശല്യമുള്ളൂ അവിടെയൊക്കെ നമുക്കിതൊന്ന് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. നമ്മളിതുപോലെ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പം നമ്മളത് ഓപ്പൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഉറുമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഒരല്പം വിനാഗിരി നമ്മളൊരു തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ ആ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അതിലൊന്ന് ഉറുമ്പോ ഈച്ചയോ ഒന്നും കയറാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കല്ലുപ്പാണ്. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന നമ്മുടെ കംഫർട്ടാണ്, തുണികളിലൊക്കെ മുക്കുന്ന ഫാബ്രിക് കണ്ടീഷണർ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പൂവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4-5 ഗ്രാമ്പൂവും കൂടി നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു എന്താ പറയുക റൂം ഫ്രഷ്നറാണ് ഇത്. നമുക്ക് ബാത്റൂമിൽ, നമ്മുടെ ബെഡ്റൂമിൽ, ഹാളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നല്ലൊരു റൂം ഫ്രഷ്നറാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. റൂം മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും. ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മളിത് എവിടെ വെച്ചാലും അവിടെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം ഞാൻ കാണിച്ച ഏതെങ്കിലും ടിപ്സ് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.